ഹലോ എവരിവൺ. ഇപ്പോൾ നമ്മൾ കേരള PSC 2023 ഏകദേശം ഒരു ജനറലായിട്ടൊരു 33 നോട്ടിഫിക്കേഷനും NCA ആയിട്ട് കുറച്ച് ഒരു 2-3 നോട്ടിഫിക്കേഷനും നമ്മൾ ITIയിലെ ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ട്രേഡ്സായ അല്ലെങ്കിൽ കേരളത്തിലെ ITIയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ട്രേഡ്സായ ഫിറ്റർ, പമ്പ് ഓപ്പറേറ്റർ, ടേണറി, മെഷീനിസ്റ്റ്, ഷീറ്റ് മെറ്റൽ അങ്ങനത്തെ ഒരുപാട് ട്രേഡ്ക്കെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷനെല്ലാം വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ പ്ലംബറിൻ്റെ എല്ലാ എക്സാം കഴിഞ്ഞ് അതിൻ്റെ എല്ലാം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഏകദേശം അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഏകദേശം ഒരു 150-ൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താം. ചില ട്രേഡിൽ അതിൽ മേലെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ അത്യാവശ്യം നല്ലപോലെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ തിയറി എക്സാമിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇൻ്റർവ്യൂ. പിന്നെ വേക്കൻസി വൈസ് നോക്കുകയാണെങ്കിൽ ഈ പോപ്പുലറായിട്ടുള്ള ട്രേഡ്സിൽ വേക്കൻസി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളോട് നോക്കി നോക്കാം. നമ്മൾ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ കൊണ്ടുപോകണം, എങ്ങനെയാണ് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, പാനലിൽ ആരൊക്കെ ഉണ്ടാവും, പിന്നെ ടെൻഷൻ മാക്സിമം ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുക, അത്ര മാത്രമേ ഈ ക്ലാസ്സിൽ പറയാനുള്ളൂ. പിന്നെ തിയറി എക്സാമിന് പഠിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിനും അത്യാവശ്യം നോക്കേണ്ടതുണ്ട്. പിന്നെ ബേസിക്കായിട്ട് എല്ലാ ഇൻ്റർവ്യൂവിനും നമ്മൾ കണ്ടുവരാറുള്ളത് 9 to 13 or 14 മാർക്കാണ് സാധാരണ കണ്ടുവരാറുള്ളത്. 20-ലാണ് സാധാരണ 20-ലാണ് ഇൻ്റർവ്യൂ കാണാറുള്ളത്. അപ്പോൾ 13 to 14 ആ ടോപ്പ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന് മുൻപായിട്ട് PSC നമുക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ടും ഇമെയിലായിട്ടും ഈ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് അയക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് OTP 1 ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ കൂടിയ പോസ്റ്റ് ആണെങ്കിൽ ബയോഡാറ്റ ഫോം 28 അല്ലെങ്കിൽ 28A, അതിനേക്കാൾ അടിയിലുള്ള പോസ്റ്റ് ആണെങ്കിൽ 28A കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ID കാർഡും സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷൻ കഴിഞ്ഞതാണെങ്കിൽ കൂടി നമ്മൾ ചില സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ 1 കൊല്ലം വാലിഡിറ്റിയിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ വെക്കുന്നത് ഒരു ടെൻഷനോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കാൻ സഹായിക്കും. അപ്പോൾ കോൾ ലെറ്റർ നമ്മളെ പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ അവിടെയാണ് കാണാറ്. അതിൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണ മാതിരി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളെ ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ, ടൈം, ബാച്ച്, ഫസ്റ്റ് ചിലപ്പം 2 ബാച്ച് ഉണ്ടാവും. രാവിലെ 9:30 മുതൽ ഒരു ബാച്ചും പിന്നീട് വേറൊരു ബാച്ച് ഉണ്ടാവും. പക്ഷേ 2 ബാച്ചിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം മിക്കവാറും സാധാരണ കാണാറുള്ളത് 9 മണി അല്ലെങ്കിൽ 9:30 ടൈം തന്നെ ആയിരിക്കും. അപ്പോൾ 2ാം ബാച്ചാണെങ്കിൽ കൂടി കറക്റ്റ് റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനെ കാണാം. നമുക്ക് സാധാ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണ മാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ കോൾ ലെറ്ററും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ നമുക്ക് സീരിയൽ നമ്പർ ഉണ്ടാവും. ആ സീരിയൽ നമ്പറും നമുക്ക് ഒരു ബയോഡാറ്റ ഫയലിൽ എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ. നമ്മുടെ പേരുണ്ടാവും, നമ്മളെ പോസ്റ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂവിന് ശേഷിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ലെറ്റർ, അതെന്തായാലും കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ OTP സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആ OTP സർട്ടിഫിക്കറ്റ് കയ്യിലെടുക്കുക. പിന്നെ ബയോഡാറ്റ ഫോം 28A ഡാറ്റ ഫോം നോക്കാം. ഇതിൽ നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ, റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ട്രേഡിൻ്റെ പേരും കൂടി എഴുതുക കേട്ടോ. സീരിയൽ നമ്പർ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ ഉണ്ടാവും. ഈ ബയോഡാറ്റ ഫോം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അവിടെ പോയിട്ട് എഴുതലെല്ലാം, അവിടെ വെരിഫിക്കേഷൻ ഒന്നും അവിടെ എഴുതാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് ഒരു മുൻകൂറായിട്ട് തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള നെയിം, അഡ്രസ്സ് ഫുള്ളാക്കി എഴുതുക, വൃത്തിക്ക് എഴുതുക. പരമാവധി ഇംഗ്ലീഷാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മളെ മെട്രിക്കുലേഷൻ മുതലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് എഴുതുക. അപ്പോൾ SLC, +2, ഡിഗ്രി, PG, അങ്ങനെ PhD, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. പിന്നെ കറൻ്റ്ലി എംപ്ലോയ്ഡ്, ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതിയിട്ട് ആ ഡീറ്റെയിൽസ് അവിടെ എഴുതാം. ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് എഴുതാം. ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ആയാലും അപ്രൻറ്റീഷിപ്പ് ആയാലും ഗവൺമെൻറ് ആയാലും ഏതായാലും കുഴപ്പമില്ല, എല്ലാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ അടിയിൽ വരും. ഇനി
പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ 5ാമത്തെ കോളാണ്, ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിൽ എഴുതാൻ വേണ്ടിയിട്ട്. അത് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിലും റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും നമുക്ക് എഴുതേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലീസ് മെമ്പേഴ്സിൻ്റെ ഒക്കുപ്പേഷനാണ്, അതും കറക്റ്റായി ഫില്ല് ചെയ്യുക. ജോലി ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക, അല്ലെങ്കിൽ ഹൗസ് വൈഫാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ നമ്മളേതെങ്കിലും കോടതി ശിക്ഷ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ ചാർജസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയാണ്. അതുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കറക്റ്റായിട്ട് എഴുതുക. ഈ ഒരു കേസ് ഇപ്പോൾ അടുത്തൊരു ന്യൂസ് പേപ്പറിൽ കണ്ടതാട്ടോ. ഇങ്ങനെ ഫാൾസ് ഇൻഫർമേഷൻ കൊടുത്താലും അത് കുറ്റമായിട്ട് പരിഗണിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എഴുതാനുള്ള നിർബന്ധമാണ്. പിന്നെ ഹോബീസ് നമുക്ക് കോളം ആരും അങ്ങനെ വിടാറില്ല. ഉള്ള ഹോബീസ് വെച്ച് എഴുതുക. അതിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും. ബയോഡാറ്റ ഫോമിൽ ഫില്ല് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളെ പറ്റിയിട്ട് അവർ നോക്കും. കാരണം അവരുടെ കയ്യിൽ ആദ്യം കിട്ടുന്നത് ഈ ബയോഡാറ്റ ഫോമാണ്. പാനൽ മെമ്പേഴ്സിന് മുന്നിൽ ആദ്യം കിട്ടുന്നത് ഈ ബയോഡാറ്റ ഫോമാണ്. പിന്നെ നമ്മുടെ 9th കോളം എന്ന് പറയുന്നത് സ്പോർട്സിലും കൾച്ചറൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല. അവിടെ നിങ്ങൾ നോക്കി നോക്കൂ, യുവർ ഇൻട്രസ്റ്റ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അച്ചീവ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവർക്കും അച്ചീവ്മെൻറ്റ് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് അവിടെ നമ്മളാ താല്പര്യവും ഉള്ള ആ ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്പോർട്സിലിപ്പോൾ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഉള്ള ആ സ്പോർട്സ് ഇവൻറ്റ് അവിടെ എഴുതാം. അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റി, സോഷ്യൽ ആക്ടിവിറ്റി, അതിൽ അച്ചീവ്മെൻറ്റ് മാത്രമല്ല എല്ലാം അതിൽ പെടും. നമ്മുടെ താല്പര്യവും നമ്മുടെ പങ്കാളിത്തവും നമ്മുടെ അച്ചീവ്മെൻറ്റ്സും അതിൽ പെടും. അതിൽ ഏറ്റവും ഹൈ ഉള്ള കാര്യങ്ങൾ എഴുതുക. അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെന്തായാലും എഴുതുക. പിന്നെ നമ്മളെ അതിൻ്റെ തുടർച്ച തന്നെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലോ NCCയിലോ എന്തെങ്കിലും ആ കോവിഡിൻ്റെ ടൈമിലൊക്കെ വളണ്ടിയേഴ്സൊക്കെ ഉള്ളതൊക്കെ നല്ല കാര്യം. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ കാര്യമാവും. പിന്നെ 10th കോളം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് എന്താണ് നമുക്ക് മോട്ടിവേഷൻ ആവാനുള്ള ആ ഒരു ഫീൽഡാണ്. അത് നിങ്ങൾ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലാണ് നമ്മളൊരു ഗവൺമെൻറ് സർവൻറ്റ് പറഞ്ഞാൽ പബ്ലിക് സർവൻറ്റ്. അപ്പോൾ അതിൻ്റെ ചില ജോലിക്ക് പ്രൈവറ്റ് ജോലിക്ക് ഈ ജോലിനേക്കാളും സാലറി കിട്ടും, പ്രൈവറ്റ് ജോലിക്ക് ഇതിനേക്കാട്ടിലും സാലറി കിട്ടും. എന്നിട്ട് കൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നതെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിവിൽ സർവൻ്റ് ഉള്ള ആ ഒരു മോട്ടിവേഷനൊക്കെ അതിനെ പറ്റി എഴുതുക, ആ ഫാക്ടേഴ്സിനെ പറ്റി എഴുതുക. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതും അംബിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡേറ്റും നമ്മുടെ സൈനും ചെയ്യാൻ മറക്കരുത്. ഇതാണ് ബയോഡാറ്റ ഫോം. ഈ ബയോഡാറ്റ ഫോമിൽ നിന്ന് എന്തായാലും നമുക്ക് ചോദ്യം വരും. നമുക്ക് അവർ മിക്കവാറും എല്ലാ കോളങ്ങളും അവർ കംപ്ലീറ്റ് അവർ നോക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റുകളൊന്നും വരുത്താതെ ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് സാധാരണ ചിലവർ കൊണ്ടുപോകാറില്ല. പക്ഷേ നമ്മൾ ഇത് സ്റ്റേറ്റ് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്തായിരിക്കും ഇൻ്റർവ്യൂ വരിക. അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലെടുക്കുന്നത് ഒരു ടെൻഷനൊന്നും ഒഴിവാക്കുന്ന പ്രോസസ്സായി മാറും. അപ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിലെടുക്കുക. ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. പിന്നെ 9:30 ആവുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ അവിടെ എത്താൻ നോക്കുക. തലേ ദിവസം പോയി റൂം എടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മാക്സിമം നമ്മൾ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നേരത്തെ അവിടെ എത്താൻ പറ്റുമോ അത്രത്തോളം നേരത്തെ അവിടെ എത്തുക. ഇനി ഇൻ്റർവ്യൂ കാൾ ലെറ്ററിൽ നമ്മൾ പ്രൊഫൈലിൽ വരും, മെയിലായിട്ട് വരും, നമുക്ക് മെസ്സേജ് വരും. പിന്നെ അതിൽ റിപ്പോർട്ടിംഗ് ടൈമും സീരിയൽ നമ്പറും അതിൽ ബാച്ച് നമ്പറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ അനുസരിച്ച് തന്നെ നിൽക്കണം. റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ടൈമിന് മുമ്പ് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ OTP സർട്ടിഫിക്കറ്റും ID കാർഡും എല്ലാം കൊണ്ടുപോവുക. നമ്മുടെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും ഫുള്ള് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടി കയ്യിലെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ആ ഇൻ്റർവ്യൂ പാനൽ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. സാധാരണ 3 to 4 മെമ്പേഴ്സാണ് PSC ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടാവുക. 3 മെമ്പറാണ് കോമൺ ആയി കണ്ടുവരാറുള്ളത്. അതിൽ ഫസ്റ്റ് ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആളാണ് PSC മെമ്പർ. രണ്ടാമത്തെ പാനൽ മെമ്പറാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടാവും. മൂന്നാമത്തെ ആൾ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാവും. ഈ 3 പേരും ചോദ്യം ചോദിക്കും. ആരും അവിടെ മിണ്ടാണ്ടിരിക്കത്തില്ല. 3 പേരും നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പോൾ ആര് ചോദിക്കുകയാണെങ്കിലും ആദ്യം മെയിനായിട്ട് അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തിട്ടും പിന്നെ ബാക്കിയുള്ളവരെ മുഖത്ത് കൂടി നോക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഏകദേശം ഈ ഏജൊക്കെ ആയില്ലേ. അപ്പോൾ ഈ 3 പേരും ചോദ്യം ചോദിക്കും. ഈ 3 പേരും വ്യത്യസ്ത ഘടകങ്ങളിലാണ് ചോദിക്കുക. അതിൽ ആദ്യം നമുക്ക് PSC മെമ്പറിൻ്റെ കാര്യം നോക്കാം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട്
നമ്മളെ കാമാക്കിയിട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്ന ഒരാളാണ് പി എസ് സി മെമ്പർ. മിക്കവാറും ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ആളും പി എസ് സി മെമ്പറായിരിക്കും. ചില ഇൻ്റർവ്യൂവിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ചില ഇൻ്റർവ്യൂ ഡയറക്റ്റായിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിലായിരിക്കും പോവുക. ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾക്കും അതില്ലാതെ നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കിടക്കാം. പി എസ് സി മെമ്പർ നമ്മുടെ കഴിവുകളെ പറ്റിയിട്ടും നമ്മുടെ കാര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ യോഗ്യതകൾ എവിടെയൊക്കെ പഠിച്ചു ഇവയൊക്കെ പറ്റിയിട്ടാണ് ചോദിച്ചറിയുക. മെയിനായിട്ട് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ സ്വഭാവം, വ്യക്തിത്വം, നമ്മളെ കോൺഫിഡൻസ് ഇതിലൊക്കെയാണ്. ഇദ്ദേഹമാണ് പി എസ് സി മെമ്പറാണ് ഫൈനലായിട്ട് മാർക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തെ പരമാവധി ഇമ്പ്രസ് ചെയ്യാൻ നോക്കുക, ടെൻഷനൊന്നും മുഖത്ത് കാണിക്കാതെ പരമാവധി ഫേസ് ചെയ്യുക. ഇനി രണ്ടാമത് വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്. നമ്മൾ ഈ ITI ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു മെയിൻ ആൾ ഈ പാനലുണ്ടായിരിക്കും. അദ്ദേഹം നമ്മൾ ഈ വകുപ്പിലെ ജോലിക്ക് എത്രത്തോളം യോഗ്യനാണെന്നാണ് അദ്ദേഹം ചോദിച്ചറിയാം. അപ്പോൾ ഈ വകുപ്പിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളപ്പോൾ നോക്കി പോകേണ്ടതുണ്ട്. നമ്മുടെ ITIs ഒക്കെ വരുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ലേബേഴ്സ് ആൻഡ് സ്കില്ല് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഒരു ITI എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു സ്ഥാപനമാണ് അല്ലേ. പണ്ട് ITC എന്നൊക്കെ ഉണ്ടായിരുന്നു. ITC ITI എന്നായിരുന്നു പണ്ട്. അത് ITC എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, അത് പ്രൈവറ്റ് ITI എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ പ്രൈവറ്റ് ITIയും ഗവൺമെൻറ് ITIയും അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 100ൻ്റെ മുകളിൽ കേരളത്തിൽ ഗവൺമെൻറ് ITI ഉണ്ട്. അതിൽ ചിലതെല്ലാം മേജർ ITI എന്ന് നമുക്ക് പറയാം. 500 സ്റ്റുഡൻസിന് മുകളിലുള്ള ITIs ആണ് മേജർ ITI, 500ന് താഴെ സ്റ്റുഡൻസ് ഉള്ളതാണ് മൈനർ ITI. പിന്നെ നമ്മൾ NCVT കോഴ്സും ഉണ്ട്, SCVT കോഴ്സും ഉണ്ട്. ഈ NCVT കോഴ്സ് എന്ന് പറഞ്ഞാൽ നാഷണൽ വൈഡിൽ അക്സെപ്റ്റബിളാണ്. SCVT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈഡ് അക്സെപ്റ്റബിളാണ്. പിന്നെ NCVT എന്ന് പറയുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. SCVT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റായി മാറും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ SCVT കോഴ്സുകൾ എൻ്റെ കണക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി, അതായത് പുതിയ തലമുറ കോഴ്സുകളൊക്കെ ഈ SCVT ആയിട്ടാണ് ആദ്യം വരിക, എന്നിട്ടാണ് പിന്നെ അംഗീകാരം കിട്ടിയിട്ട് NCVTക്ക് മാറാറുള്ളത്. NCVT കോഴ്സ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. നമ്മളെ ഗവൺമെൻറ് ITIയിലും പരമാവധി കൂടുതലുള്ളത് NCVT കോഴ്സ് തന്നെയാണ്. ചില കോഴ്സ് മാത്രം SCVT ആയിട്ട് അംഗീകാരം കിട്ടാത്തപ്പോൾ SCVT ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് NCVT കോഴ്സുകൾ ചെയ്യുന്നത് DGET, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ്. ബാക്കിയുള്ള നമ്മൾ സ്റ്റേറ്റ് വൈഡ്ക്ക് വരുമ്പോൾ നമ്മുടെ ITI ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് DET ആണ്, ഡയറക്ടറേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ്. സ്റ്റേറ്റ് വൈഡിൽ നമ്മൾ ITI ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് DET ആണ്. ഓരോ സ്റ്റേറ്റിലും ഉണ്ടല്ലോ, സെൻട്രൽ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് DGET ആണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മന്ത്രി ശിവൻകുട്ടി സാറാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആൻഡ് വ്യാവസായിക പരിശീലന വകുപ്പുണ്ടല്ലോ, അതിലാണ്. പിന്നെ അതിൻ്റെ അഡീഷണൽ ഡയറക്ടറെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ പേരും ഒക്കെ ഒന്ന് പരിചയപ്പെടുക. നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. അതിൽ അബൌട്ട് അസ് എന്നൊക്കെയുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം. DET എന്നുള്ള സൈറ്റിൽ കയറിയാൽ മതി. DET കേരള എന്നുള്ള സൈറ്റിൽ കയറിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് CTS എന്ന് പറയും, ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സ്കീം എന്ന് പറയും. പിന്നെ നമ്മൾ അധ്യാപകർക്കും ഒരു ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്, CITS എന്ന് പറയും, ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് സ്കീം എന്ന് പറയും. പിന്നെ ഈ നമ്മുടെ ITIന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാ കോഴ്സിലും നമുക്ക് ITI 2 കൊല്ലമായിരിക്കും, അത് കഴിഞ്ഞ് 1 കൊല്ലം അപ്രന്റീസ്ഷിപ്പ് ഉണ്ടാവും. പിന്നെ ചില ITI ഷോർട്ട് ടൈം കോഴ്സ് ഉണ്ട്, 6 മാസം മുതൽ നമ്മൾ ITIയുടെ കോഴ്സുകളുണ്ട്, അതെല്ലാം നോക്കി പോകണം. പിന്നെ ITIയുടെ ഘടന അത് നോക്കി പോകണം. അതിൻ്റെ ഷിഫ്റ്റ് ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെല്ലാം അതിന് വെബ്സൈറ്റിലുണ്ട്, നമുക്കൊന്ന്. അപ്പോൾ ആദ്യം NCVT എന്ന് പറയുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. SCVT എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. രണ്ടും നമ്മുടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ NCVT നാഷണൽ ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, SCVT സ്റ്റേറ്റ് ലെവലിലാണ്. ഇതിൻ്റെ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള NCVT തന്നെയാണ്. പക്ഷേ ചില സ്റ്റേറ്റ്, നമ്മുടെ കേരളത്തിലെ SCVT സർട്ടിഫിക്കറ്റ് ചില രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, നല്ലപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതും വിട്ട് കളയാൻ പാടില്ല. ഇനി NCVT സ്കോപ്പ്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ കണ്ടില്ലേ, NTC ആണ് സർട്ടിഫിക്കേഷൻ തരിക. നമ്മുടെ അതിൻ്റെ റെക്കഗ്നീഷൻ അത്യാവശ്യം നല്ല റെക്കഗ്നീഷൻ ഉണ്ട്, നാഷണലി ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ്. പിന്നെ എല്ലാ ITIയും ഇതിൻ്റെ കീഴിൽ വരും.
നമ്മുടെ എക്സാം പാറ്റേൺ സെമസ്റ്റർ വൈസാണ് കേട്ടോ. സെമസ്റ്റർ വൈസാണ്, അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. ചില ഇതിൽ ആൾക്കാർ പറയും, ചില ITL അധ്യാപകർ പറയുന്നത് ഇയർ വൈസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളൊന്ന് കൺഫേം ആക്കണം കേട്ടോ. എക്സാം പാറ്റേൺ സെമസ്റ്റർ വൈസ് ആണോ എന്നൊന്ന് കൺഫേം ആക്കണം. പിന്നെ SCVT എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളെ സ്റ്റേറ്റാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് കൗൺസിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കേരളത്തിലാകുമ്പോൾ DET ആണ് നോക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആണ് DET ഫുൾ ഫോം. പിന്നെ അതിൻ്റെ എക്സാം പാറ്റേണൊക്കെ ചിലപ്പോൾ NCVT ആയിട്ടുള്ള നേരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഒന്ന് നാഷണൽ ലെവലാണ്, ഒന്ന് സ്റ്റേറ്റ് വൈഡ് നടത്തി വരുന്ന എക്സാമാണെന്ന് മാത്രം ഒന്ന് കണ്ടുവെക്കുക. NCVT തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുക. ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. ഇതാണ് NCVT SCVT. ഇതിനെപ്പറ്റി എന്തായാലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കോഴ്സുകളെ പറ്റിയിട്ട് NCVT കോഴ്സുകൾ SCVT കോഴ്സുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള കോഴ്സുകളെ പറ്റി നോക്കി പോവുക. പിന്നെ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, ഇത് ഗവൺമെൻറ് ഗോവയുടെ സൈറ്റാട്ടോ. ഞാൻ ഓരോ സൈറ്റ് കയറിയിട്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയി കാണുന്നത് ഈ സൈറ്റാണ്. ഇതിൽ കണ്ടില്ലേ ഷിഫ്റ്റ് ടൈം കണ്ടില്ലേ? ഈ ഷിഫ്റ്റ് ടൈം നമ്മളെ കേരളത്തിൽ വ്യത്യാസമുണ്ട്. ആ കേരളത്തിൽ ഫസ്റ്റ് ഷിഫ്റ്റ് 7:30 മുതൽ 7:30 മുതലോ അല്ലെങ്കിൽ 7 മണി മുതൽ 3:30 വരെ എന്നൊക്കെ കാണുന്നുണ്ട്. അതും ഒന്ന് കൺഫേം ആക്കണം നിങ്ങൾ, കാരണം അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഷിഫ്റ്റ് 9 to 5 കേരളത്തിൽ. അത് രണ്ടും ഒന്ന് ടൈം കൺഫേം ആക്കണം. കാരണം നമ്മുടെ കേരള ഗവൺമെൻറ് സൈറ്റിൽ ഞാൻ കയറി നോക്കി, ഷിഫ്റ്റ് ടൈം കറക്റ്റായി കിട്ടിയിട്ടില്ല. കുട്ടികളോട് ചോദിച്ചറിയാനും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളത് രണ്ടും ഒന്ന് കൺഫേം ആക്കണം. ഷിഫ്റ്റ് ടൈമിങ് കൺഫേം ആക്കണം നിങ്ങൾ. 2 ഷിഫ്റ്റ് ഉണ്ട് സാധാരണ ITL. സാധാരണ മോർണിംഗ് ഷിഫ്റ്റിൽ കയറുന്നത് സീനിയർ സ്റ്റുഡൻസ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഷിഫ്റ്റിൽ കയറുന്നത് ജൂനിയർ സ്റ്റുഡൻസും ആയിരിക്കും. പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞാൽ മാത്രമാണ് പുതിയ ബാച്ചിന് എടുക്കൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഷിഫ്റ്റ് സമ്പ്രദായം. അപ്പോൾ ഇത് ഗോവയുടെ വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഒന്ന്, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക തന്നെ വേണം. നമ്മളെ ഈ സംവിധാനത്തിന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സ്കിൽ ഇന്ത്യ, ഇതൊക്കെ ഇവർ കീഴിൽ വരുന്നതാണ്. എല്ലാ വെബ്സൈറ്റുകളും നിങ്ങളൊന്ന് സന്ദർശിച്ചാൽ മാത്രമേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മെമ്പർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. ഇത് നമ്മുടെ DET കേരള, അതിൽ അൺഅഫിലിയേറ്റഡ് യൂണിറ്റ്, അതായത് നമ്മുടെ SCVT കോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിൽ ഒരുപാട് കോഴ്സുകൾ, ITL ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മളെ ഏകദേശം 80 മുകളിലുള്ള കോഴ്സുകളുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള കോഴ്സുകൾ നമ്മളെ ഇവിടെ ഏറ്റവും പോപ്പുലറായിട്ടും മെയിനായിട്ടുള്ള കോഴ്സുകൾ ഒന്ന് നോക്കി വെക്കുക. അതിനെപ്പറ്റിയെല്ലാം ചോദ്യങ്ങളുണ്ടാവും. ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് എന്തായാലും അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ്. ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്, അതിൽ സെൻട്രൽ മിനിസ്റ്റർ ആരാണ്, സ്റ്റേറ്റ് മിനിസ്റ്റർ ആരാണ്, പിന്നെ നമ്മളെ കേരളത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ ആരാണ്, ഒരു IAS ഓഫീസർ ആയിരിക്കും. നമ്മളെ DETലെ വെബ്സൈറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടർമാരുടെ പേര് പറ്റുകയാണെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഡയറക്ടറുടെ പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ഷിഫ്റ്റിൻ്റെ കാര്യം, ഫസ്റ്റ് ഷിഫ്റ്റ് അതിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്ന് പഠിച്ചു വെക്കുക, സെക്കൻഡ് ഷിഫ്റ്റ് അതിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ITI എന്ന് പറയുന്നത് പരമാവധി പ്രാക്ടിക്കൽ സെഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഗോവയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സിലബസിൽ മെജോറിറ്റി ഹവേഴ്സും പകുതിയിൽ കൂടുതൽ മണിക്കൂറുകളും നമ്മൾ എന്തിനാണ് ചിലവഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലിലായിരിക്കും. ഇപ്പോൾ സിവിലിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ അവർ ഡ്രോയിങ്ങിനായിരിക്കും. പിന്നെ വയർമാനൊക്കെ ആണെങ്കിൽ വയറിങ് കാര്യങ്ങൾക്കായിരിക്കും. ഫിറ്ററൊക്കെ ആണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ലെയ്ത്ത് അങ്ങനത്തെ മെഷീനിസ്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വർക്ക്ഷോപ്പിലായിരിക്കും. പകുതിയിൽ കൂടുതൽ സമയം എടുക്കുന്നത് നമ്മുടെ പരിശീലനത്തിന്, അതിൽ പ്രാക്ടിക്കൽ സെക്ഷന് വേണ്ടിയിട്ടാണ്. 1/3 അല്ലെങ്കിൽ അതിന് താഴെ മാത്രം സമയമാണ് നമ്മൾ തിയറി സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്, അതിൻ്റെ തിയറി ടോപ്പിക്കിനായിട്ട് എടുക്കാറുള്ളത്. അതായത് 8 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ തിയറി ടോപ്പിക്കിനും 5 മണിക്കൂർ പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് ആണ് ഉണ്ടാവുക. പിന്നെ ഇവരെ ലാബിലെ കാര്യങ്ങളെ പറ്റിയിട്ട്, അവരെ എക്സാമിനെ പറ്റിയിട്ട് അതും കൂടി ഒന്ന് നോക്കി വെക്കുക. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റിനെ പറ്റിയിട്ട് അവരെ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. നിങ്ങൾ കൂടുതലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. ITIലെ മാഷന്മാരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ITIൽ കോൺടാക്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റാക്കി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്
അടുത്ത മെമ്പറാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന ആളായിരിക്കും ചിലപ്പം സബ്ജക്റ്റ് എക്സ്പേർട്ട്. ഇദ്ദേഹം എന്ത് ചോദിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മുടെ വിഷയത്തിലെ അറിവ്, നമ്മുടെ വിഷയത്തിലെ താല്പര്യം, ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് സബ്ജക്റ്റ് എക്സ്പേർട്ട്. നമ്മൾ എക്സാം കഴിഞ്ഞ് വന്നതാണ്, പക്ഷേ നമ്മൾ എക്സാം എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ പാനലിലെ മെമ്പേഴ്സിനും അറിയാം, നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കാണാപാഠം പഠിച്ചിട്ടായിരിക്കും പാസ്സായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയിട്ട് MCQ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് വന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെല്ലാം ഒന്നുകൂടി ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് ഈ സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരു ടീച്ചിങ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതും MCQ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മൾ തിയറി സബ്ജക്റ്റ് എക്സാമിന് പഠിച്ചത് എന്നേക്കാട്ടിലും ഉപരിയായിട്ട് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കാനുള്ള രീതിയിൽ വേണം ഈ തിയറി സബ്ജക്റ്റ് പഠിച്ചിട്ട് നമ്മൾ പോകേണ്ടത്. എന്തായാലും നമുക്ക് ബേസിക് നോളജ് നിർബന്ധമായിട്ടും, ബേസിക് പ്ലസ് അഡീഷണൽ നോളജ് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ കം മെക്കാനിക്ക് നല്ലൊരു എക്സാമായിരുന്നു. അതെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് പഠിച്ചപ്പോൾ കുറച്ച് നിയമങ്ങൾ മാത്രം, അതിൻ്റെ കുറച്ച് ഫോർമുലാസ് അല്ലെങ്കിൽ സെക്ഷൻ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. പിന്നെ ഒരു വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറിൻ്റെ മാതിരി ആ എക്സാമിനെ പോലെ നമ്മൾ നോക്കണം. ഒരു വാഹനത്തിൽ കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, PSM MS ആ മിററിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെ ഒക്കെ ആ റൂൾ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ തറവായിട്ട് പഠിക്കണം. കണ്ണാടി നോക്കണം, ടയറിൽ കാറ്റ് നോക്കണം, ബ്രേക്ക് നോക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ മുന്നിലാരുമില്ല, ഡിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യുക, സേഫായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാം, പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻസ്, പിന്നെ വണ്ടിയുടെ എഞ്ചിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ അതെല്ലാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ പഠിക്കേണ്ടത്. എക്സാമിന് ഉപരി ഒരാൾ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനെ പറ്റിയിട്ടും വെഹിക്കിൾ കൺട്രോളിനെ പറ്റിയിട്ടും പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ലാബിൽ വരുന്ന ഒരു കുറച്ച് മെഷീൻസാണ് ഡ്രൈവിംഗ് സ്റ്റിമുലേഷൻ മെഷീൻസ്. പിന്നെ KSRTC പുതിയ സ്വിഫ്റ്റ് ഒക്കെ തുടങ്ങിയ പുതിയ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്താണ് നമ്മളെ കണ്ണിൻ്റെ ആ സൈറ്റിനെ പറ്റിയിട്ട് ചോദിക്കുക അവർ. പിന്നെ ലൈൻ ഡിസിപ്ലിൻസ്, ലൈന് നമ്മളെ കേരളത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളല്ലേ, മര്യാദ അല്ലേ, ആ ലൈൻ ഡിസിപ്ലിൻസ് എന്തായാലും ചോദിക്കും. പിന്നെ സെഷൻസ് ചോദിക്കും, വെഹിക്കിളിൻ്റെയും ടയറിൻ്റെയും റിപ്പയറും കാര്യങ്ങൾ ചോദിക്കും. പിന്നെ വെഹിക്കിൾ മെയിൻ്റനൻസും ഡ്രൈവേഴ്സ് മാനേജ്മെൻറ്റും. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ മറുപടി പറയണം, അതാണ് പഠിക്കേണ്ടത്. നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. പക്ഷേ ഇൻ്റർവ്യൂവിന് ഒരിക്കലും അത് നടക്കത്തില്ല. ഇൻ്റർവ്യൂവിന് 9 to 13 മാർക്കിൻ്റെ ഇടയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഒരു 10-11 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബേസിക് പ്ലസ് അഡീഷണൽ നോളജ് എന്തായാലും നമുക്ക് വേണം. ഇപ്പോൾ DCMൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കി പോകണം. പിന്നെ നിയമങ്ങൾ സെക്ഷൻ വൈസ് ചോദിക്കില്ലെങ്കിൽ കൂടി കോമൺ ആയിട്ട് കണ്ടുവരുന്ന നിയമങ്ങളൊക്കെ ചോദിക്കാം. ഹെൽമെറ്റിൻ്റെ ഫൈന്, മദ്യപിച്ച് വാഹനം ഓടിക്കൽ, അതൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ വകുപ്പുമായിട്ട് ഇടപെടാമെന്ന് ചോദിക്കാം. എങ്ങനെ നിങ്ങളെ കൊണ്ട് എന്താണ് ഈ വകുപ്പിന് ഉപകാരം ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യം DCMൻ്റെ കേസിൽ പഠിച്ചു പോകാം. പിന്നെ ഫിറ്ററിൻ്റെ കേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർക്ക്ഷോപ്പിലായിരിക്കും നമ്മൾ പകുതി മുക്കാൽ സമയം. അപ്പോൾ വർക്ക്ഷോപ്പ് സേഫ്റ്റി, പേഴ്സണൽ സേഫ്റ്റി, പിന്നെ ജപ്പാനി കൺസെപ്റ്റിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വയോസിൻ്റെ പേരുകൾ മാത്രം നമ്മൾ തിയറി എക്സാമിന് പഠിക്കുള്ളൂ, പക്ഷെ അതെല്ലാം നോക്കണം. പിന്നെ ലെയ്ത്ത് മെഷീന്, ബേസിക് ഫിറ്റിങ്സ്, മെഷർമെൻറ്റ്, ഫിറ്റിംഗ് എന്നൊക്കെ വരുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് മെഷീനെ ഉപയോഗിച്ചുള്ള പരിചയം ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും, ലെയ്ത്തിനെ പറ്റി ചോദിക്കും. പിന്നെ വൈസ് ട്രൈ സ്ക്വയർ എല്ലാം, എല്ലാ കാര്യങ്ങളും ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാമിന് പഠിച്ചു പോകുന്ന പോലെ പഠിക്കാതെ ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ പഠിച്ചു പോകണം. പിന്നെ മെയിനായിട്ട് നോക്കുക എന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ നമ്മളെ നിമിയുടെ ബുക്കിൻ്റെ കേസിൽ ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് കിട്ടും. ആ ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതും ഈ തിയറി ബുക്കും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് മിനിമം ഒരു 13 മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അല്ലെങ്കിൽ സബ്ജക്റ്റ് എക്സ്പേർട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുവഴി മറുപടി പറയാം. അതായത്
ഈ പ്രാക്ടിക്കൽ നമ്മളിപ്പോൾ ഒരു ഹോള് തുളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിലൊരു വർക്ക്ഷോപ്പിൽ കണ്ടിട്ടുള്ള എന്താ, ജസ്റ്റ് സ്ലിപ്പ് ആവാതെ ഡ്രില്ല് വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും അല്ലേ. പക്ഷേ ശരിക്കും പ്രൊസീജിയർ എന്താ വരിക അതിൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ പഞ്ച് ചെയ്യണം അല്ലേ, സെൻറ്റർ പഞ്ച് വെച്ച് പഞ്ച് ചെയ്യണം. എന്നിട്ട് ഡ്രില്ല് അതിൽ കൊണ്ടുവെക്കണം. എന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കൂളൻ്റൊക്കെ നമ്മൾ ഒഴിക്കും അല്ലേ, ചിപ്പ്. ഇപ്പോൾ ചിലതിന് എന്ത് ചെയ്യും, എയറാണ് അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂളൻ്റൊക്കെ ഒഴിക്കും. അപ്പോൾ ആ കറക്റ്റ് പ്രൊസീജിയറും നമ്മൾ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല കാര്യമാവും. പിന്നെ ഷീറ്റ് മെറ്റലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ബേസിക് ഫിറ്റിങ്ങും വർക്ക്ഷോപ്പ് സേഫ്റ്റിയും അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷീറ്റ് മെറ്റലിൽ ഇപ്പോൾ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൂടി വരുന്ന ട്രേഡാണ്. ഇപ്പോൾ വുഡ് വർക്ക് ടെക്നീഷ്യനിലും കൂടി നമ്മൾ ഷീറ്റ് മെറ്റലിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിൽ ബേസിക് ഷീറ്റ് മെറ്റൽ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ടൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ വെൽഡിങ് മെഷീനും അതിൽ സീംസ് അതിൻ്റെ സ്നിപ്സ്, ഒരുപാട് എങ്ങനെ സ്നിപ്സ് എങ്ങനെ ഉപയോഗിക്കാം, നമ്മൾ എങ്ങനെയൊക്കെ മാളറ്റ് അല്ലേ, മാളറ്റിൻ്റെ ഉപയോഗം, അതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. സ്റ്റേക്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കും. സ്റ്റേക്ക് ഹോൾഡറിനെ പറ്റി ചോദിക്കും. പിന്നെ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനെ പറ്റി ചോദിക്കും. പിന്നെ കിച്ചൻ്റെ മോഡുലർ കിച്ചനെ പറ്റിയിട്ട് ചോദിക്കും. പിന്നെ നമ്മുടെ ഓരോ സെക്ഷന്, ഓരോ ചാനൽ സെക്ഷൻ, അങ്ങനത്തെ സെക്ഷനെ പറ്റിയിട്ട് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെയും ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ട്രേഡ് പ്രാക്ടിക്കലിൻ്റെ പ്രൊസീജിയർ പഠിച്ചു പോവുക. എന്നിട്ട് അതിന് മറുപടി പറയാം. അതാണ് ഷീറ്റ് മെറ്റലിൻ്റെ കേസിലുള്ളത്. പിന്നെ നമ്മുടെ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി മാം ഒക്കെ പറയണത്, ഇപ്പോൾ നമ്മുടെ മലമ്പുഴയിലൊക്കെ ഉണ്ട്, മലമ്പുഴ ITIയിലൊക്കെ മാമുണ്ട്. വളരെ കുട്ടികൾ ചോദിച്ചു വരുന്നൊരു ട്രേഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ട്രാക്ടർ മുതൽ ഒരുപാട് എക്യുപ്മെൻറ്റ് പഠിക്കാണ്ട്, ടില്ലേജ് എന്താണെന്ന് പഠിക്കണം, ടില്ലേജ് എക്യുപ്മെൻറ്റ് പഠിക്കണം. അതിൽ പഴയ നമ്മൾ സാധാ കോമൺ പ്ലഫ് മുതൽ അവിടെ നിന്നങ്ങോട്ട് പഠിക്കണം. പിന്നെ അതിൽ ഇറിഗേഷനും ഡ്രെയിനേജ് സിസ്റ്റം, പവർ ടില്ലേഴ്സ്, റീപ്പേഴ്സ് എന്താ, ഹാർവെസ്റ്റേഴ്സ് എന്താ, ത്രഷേഴ്സ് എന്താ, അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, വിന്നോയേഴ്സ് എന്താ, എങ്ങനെയാണ് സാധനങ്ങൾ ഗ്രേഡ് ചെയ്യുക, നമ്മൾ ചേറി മാറ്റില്ലേ വിന്നോവർ, അതുപോലെ തന്നെ ഗ്രേഡിങ്, ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ റൈസിൻ്റെ മെഷീൻസ്, പോളിഷർ, റൈസ് ഹള്ളർ ഉണ്ടല്ലോ, നമ്മൾ മില്ലിൽ നെല്ല് കുത്തുന്ന മെഷീന്, ആ റൈസ് ഹള്ളറിനെ പറ്റിയിട്ടുണ്ടാവും, റൈസ് പോളിഷറിനെ പറ്റിയിട്ട്. പിന്നെ ഫാം എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസ്, ഇതിലെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് ഏരിയക്കാരാണെങ്കിൽ ഒരുപാട് മെഷീൻസൊക്കെ കാണുന്നതാണ്. ട്രാക്ടറിനെ പറ്റിയിട്ടൊക്കെ എന്തായാലും ചോദിക്കും. ട്രാക്ടറിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി ചോദിക്കും. അതിൽ നമുക്ക് ഓരോ ടയറിന് സെപ്പറേറ്റ് ബ്രേക്ക് കൊടുക്കുക, അങ്ങനെ സ്റ്റിയർ ചെയ്തെടുക്കും. പിന്നെ നെല്ല് കുത്തുന്ന മെഷീൻസിനെ പറ്റി ചോദിക്കും. ഇതിലും നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ തിയറി ബുക്ക് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടി വായിച്ചു നോക്കുക. അതാണ് സബ്ജക്റ്റ് എക്സ്പേർട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പരമാവധി പിടിച്ച് വെക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. പിന്നെ TDM ആണെങ്കിൽ ലെയ്ത്തിനെ പറ്റിയിട്ടും CNC ലെയ്ത്തിനെ പറ്റിയിട്ടും ഈ ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇതിലും വർക്ക്ഷോപ്പ് സേഫ്റ്റിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ ചോദിക്കും. ഇതിലും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ 2 ബുക്കും നിങ്ങൾ തറയായിട്ട് വായിക്കുക. അത് തന്നെയാണ് എല്ലാ ട്രേഡിലും, കോമൺ ആയിട്ട് എല്ലാ ട്രേഡിലും. ഇനി RACയുടെ ബുക്കാണെങ്കിൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഗ്യാസ് ചാർജിങ്, പർജിങ്, ഇവാക്വേഷന്, പിന്നെ നമ്മുടെ ബ്രേസിങ്, കോപ്പർ ട്യൂബുകളെ പറ്റി ചോദിക്കാം. പിന്നെ ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ഉണ്ടല്ലോ, ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്കൊക്കെ നമുക്ക് ടൈപ്സ് ഓഫ് ലിഫ്റ്റ് ചോദിക്കാം, ലിഫ്റ്റിൻ്റെ ഓപ്പറേഷൻസ് ചോദിക്കാം. പിന്നെ ഗുഡ്സ് കൊണ്ടുപോകുന്ന ലിഫ്റ്റിനെ പറ്റി ചോദിക്കാം, അതിൻ്റെ പ്രത്യേകതകൾ, ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എടുക്കുന്ന കുഴീനെ പറ്റിയിട്ട് ചോദിക്കാം, അതിൻ്റെ പൈലിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് അതിൽ വരിക. അത് വയർമാൻ അങ്ങനത്തെ ട്രേഡ്സിനൊക്കെ റിലേസിനെ പറ്റി ചോദിക്കാം, കൺട്രോളേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, പിന്നെ ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന ബ്രേക്സ്, അതിൻ്റെ മോട്ടോഴ്സ്, ഇതിനൊക്കെ പറ്റി ചോദിക്കാം. ഇതിൻ്റെയും ലിഫ്റ്റിൻ്റെ ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് ഇതുവരെ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ പരമാവധി വല്ല വീഡിയോസൊക്കെ കണ്ടിട്ട് ലിഫ്റ്റിൻ്റെ ഓപ്പറേഷനെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ നല്ലത്. എല്ലാ ട്രേഡിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ട്രേഡ് തിയറി ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ കണ്ടൻറ്റ്, അതിൻ്റെ ഫസ്റ്റ് കണ്ടൻറ്റുകൾ തന്നെയാണ് അവർ ചോദിക്കുക.
ഒരു ടിപ്പ് എന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് കൂടി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട്, അല്ലെങ്കിൽ ട്രേഡ് പ്രാക്ടിക്കൽ ബുക്ക് എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയറും കൂടി വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ആ ഡ്രില്ലിങ്ങിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ട കാര്യമായിരിക്കില്ല കറക്റ്റ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ പാനലിനോട് നമ്മൾ അങ്ങനെ ആയിരിക്കണം ഉത്തരം പറയേണ്ടത്. പിന്നെ പെയിൻറ്ററിൻ്റെ കേസ് എടുക്കുമ്പോൾ സ്പ്രേ പെയിൻറ്റിനെ പറ്റി ചോദിക്കാം. പെയിൻറ്റ് മിക്സ്ചറിനെ പറ്റിയിട്ട് തിന്നർ എന്താ, സോൾവെൻ്റ് എന്താ, പെയിൻറ്റിൻ്റെ ബൾക്ക് എമൗണ്ട് ആരാണ് ഉണ്ടാവുക, പിന്നെ ഏത് ടെമ്പറേച്ചറിലാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം, പെയിൻറ്റിൻ്റെ സർഫസ് പ്രിപ്പറേഷൻ, ഇപ്പോൾ വുഡ് ആണെങ്കിൽ മെറ്റലാണെങ്കിൽ, പിന്നെ നമ്മുടെ ചുമരാണെങ്കിൽ 3 സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ്സാണ് വരിക. അപ്പോൾ ആ സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് അത് അവർ ചോദിക്കും. പിന്നെ പുതിയ മെത്തേഡ്സ് അത് ചോദിക്കാം. പിന്നെ നമ്മുടെ വുഡ് വർക്ക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ കാർപ്പൻ്ററി ട്രേഡിലേക്ക് വരികയാണെങ്കിൽ, കാർപ്പൻ്ററി ട്രേഡിൽ നമ്മുടെ ആദ്യം തന്നെ ഒരു മരത്തിനെ പറ്റി ചോദിക്കാം. പിന്നെ മരം എങ്ങനെ അളക്കാൻ ചോദിക്കാം അല്ലേ, നമ്മൾ ക്യൂബിക് ഫീറ്റ് എന്ന് പറയില്ലേ, ഇത്ര ക്യൂബിക് അടി മരം ഇത്ര ദിനം വേണമെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കട്ടിലുണ്ടാക്കാൻ എത്ര ക്യൂബിക് അടി വേണം, അതിന് എത്ര പൈസ ആവും എന്നൊക്കെ പറയില്ലേ, ആ കാൽക്കുലേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറ്റി ചോദിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരം, ഈ ട്രേഡിന് ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കാം കേട്ടോ. ഈ ട്രേഡ് ഇങ്ങനെ ആദ്യം കാർപ്പൻ്ററി എന്നുള്ള ട്രേഡായിരുന്നു, ഇപ്പോൾ വുഡ് വർക്ക് ടെക്നീഷ്യൻ, അതായത് അതിൻ്റെ കൂടെ കുറച്ച് അലുമിനിയം അങ്ങനത്തെ സെക്ഷൻസൊക്കെ കയറ്റിയിട്ടാണ്. കാരണം വുഡ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പഴയ പ്രതാപം പോയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ജനലും കട്ടില അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇതാ ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടി നമ്മളിപ്പോൾ വേറെ കുറേ മാറി ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വാതിലിൻ്റെ ഡോറിൻ്റെ ഒക്കെ ഫ്രെയിം, അതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും പേര്, പിന്നെ ഓരോ ഹിഞ്ചസിനെ പറ്റി ചോദിക്കാം, അതിൻ്റെ ലോക്കിനെ പറ്റി ചോദിക്കാം. അതിൻ്റെ എല്ലാം സോയിങ് പ്രാക്ടിക്കൽ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സോയിങ്, പിന്നെ കട്ടിങ്, ഡ്രില്ലിങ് എല്ലാം ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ട് സബ്ജക്റ്റ് എക്സ്പേർട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ആ സബ്ജക്റ്റിൽ ബേസിക് നോളജ് എന്തായാലും ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ്റെ കറക്റ്റ് പ്രൊസീജിയർ പഠിച്ചു വെക്കുക. എന്നാൽ അത്യാവശ്യം നല്ല ഇമ്പ്രഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്റ്റ് എക്സ്പേർട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ്. പിന്നെ ഈ വിഷയത്തിനോട് താല്പര്യവും നമുക്ക് ചോദിക്കാം. നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയതുപോലെ നമുക്ക് ഒരിക്കലും ഇൻ്റർവ്യൂവിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ ആൾ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ. പിന്നെ ഇതൊരു ടീച്ചിങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിൽ നല്ല നോളജ് വേണം. അതവർ നോക്കും. നമ്മുടെ അതിൻ്റെ പ്രൊഫഷണൽ ക്വാളിറ്റീസും നമ്മൾ നോക്കും. പ്രൊഫഷണൽ കോളേജ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമ്മളെ പോസ്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടും ഈ ജൂനിവേഴ്സിറ്റി പോസ്റ്റ് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ, നമ്മൾ എടുക്കേണ്ട ജോബ് റോൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അവർ അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. നമ്മളെ ലാബിലെ ചാർജ് നമുക്കായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിലെ ഓരോ ഡിവൈസിനെ പറ്റിയിട്ടും അതിൻ്റെ കണക്ക്, അതെല്ലാം കാര്യങ്ങൾ, അതിൻ്റെ കറക്റ്റ് കണ്ടീഷൻ അതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് നമ്മളാണ്. പിന്നെ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ്, അതുപോലെ തന്നെ അവരുടെ മെൻ്ററായിട്ട്, പിന്നെ അവർക്ക് ഡയറി ഉണ്ട്, സ്റ്റുഡൻറ്റ് ഡയറി ഉണ്ട്. നമ്മൾ സാധാ പ്രൈവറ്റ് ITയിൽ കാണുന്ന മാതിരി തന്നെ അത് നമ്മൾ അവിടുന്ന് ഗവൺമെൻറ് ITയിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്തതാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഡയറി ഉണ്ട്, അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം നമ്മുടെ ജോബ് റോളാണ്. പിന്നെ നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇൻ്റർവ്യൂ പാനലിൽ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ മറുപടി കൊടുക്കുക. അല്ല എന്ന് മലയാളത്തിൽ മറുപടി കൊടുത്ത് കരുതിയിട്ട് ഒന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മലയാളം ഉപയോഗിക്കുക. പിന്നെ ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയില്ല എന്ന് തന്നെ പറയാം. മെഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബാഡ് ഇംപ്രഷനാണ് ഉണ്ടാക്കി വെക്കുക. പിന്നെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മുഖത്ത് കാട്ടായിരിക്കുക. പിന്നെ അവരുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുക. വകുപ്പിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് എന്താവും, നിങ്ങൾക്ക് എന്താണ് സജഷൻസ്. പിന്നെ നമ്മളെ പഴയ ജോബ് അതിനെ പറ്റിയിട്ടും ചോദിക്കാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാക്റ്റ് ഡേറ്റ് ഇൻ്റർവ്യൂവിന് എന്നാ വരിക എന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇൻ്റർവ്യൂസ് എന്നുള്ള കോളത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കമൻറ്റൊന്നും നിങ്ങൾ ഇടരുത്. പിന്നെ സബ്ജക്റ്റ് നോളജ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. തിയറി എക്സാമിന് പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കണം. കാരണം തിയറി എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇത് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെത്തേഡ് ആയതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.